ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സിവിൽ സർവീസ് കോച്ചിങ്ങിനായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ PSC എക്സാംസ് ഞാൻ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ കൂടെ എഴുതിയതായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ഇതാണ് കിട്ടിയത് ഇപ്പോൾ കറൻ്റ്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് നേരിട്ട് PSC മുഖാന്തരം പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ നിയമനം നടന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളായ നിരവധി പേരാണ് ഈ പഞ്ചായത്തിൻ്റെ ഉദ്യോഗ തലപ്പത്തിൽ എത്തിയിരിക്കുന്നത്. ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിലാണ്. 23 വയസ്സ് മാത്രമുള്ള ധനരാജാണ് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി. ഇപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക്, സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുമ്പോൾ വളരെ കോംപ്ലിക്കേഷനായ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ജോയിൻ ചെയ്ത് 1 മാസം ആവുന്നു. ഇപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മൾ കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു വളരെയധികം താഴെത്തട്ടിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 1 മാസമായിട്ടുള്ളൂ. എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 9 ദിവസത്തെ ട്രെയിനിങ് കിലയിൽ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നു. ഇപ്പോൾ ഈ ആളുകളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായിട്ടാണ് ആളുകൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരിക. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അത്തരം ആവശ്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയോ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും K-സ്മാർട്ട് വഴിയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചായത്ത് വഴിയാണ് ഒരു ജനനം തൊട്ട് മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പഞ്ചായത്ത് വഴി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു പോസ്റ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു? ഇതിന് പഞ്ചായത്ത് സെക്രട്ടറി എന്നൊരു ലക്ഷ്യം വെച്ചതാണോ അതോ സിവിൽ സർവീസ് എന്തെങ്കിലും ആയിരുന്നോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സിവിൽ സർവീസ് കോച്ചിങ്ങിനായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ PSC എക്സാംസ് ഞാൻ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ കൂടെ എഴുതിയതായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ഇതാണ് കിട്ടിയത് ഇപ്പോൾ കറൻ്റ്. ഇപ്പോൾ ഈ ആളുകളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. അപ്പോൾ അവിടെ അത് മാനേജ് ചെയ്യലും കൂടി എങ്ങനെയുണ്ട്? നമ്മൾ പൊളിറ്റിക്കലി പല പാർട്ടികളുണ്ടാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മൾ ഒരേ തരത്തിൽ തന്നെ കണ്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു തടസ്സവും വരാതെ, ഒരു ലാഗോ വരാതെ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ഈ ഒരു കാലയളവിൽ. ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഭരണസമിതി യോഗമൊക്കെ കൂടിയിരുന്നോ? ഒരു 2 ഭരണസമിതി യോഗങ്ങൾ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ? നമ്മളിപ്പോൾ നിയമസഭയിലൊക്കെ കണ്ടതിൻ്റെ തന്നെ ഒരു മിനി വെർഷനാണ് നമ്മൾ ഭരണസമിതിയിൽ കാണുന്നത്. അപ്പോൾ 2 എണ്ണം ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ ഈ നിങ്ങളുടെ ഒരു തലമുറ വരുന്നതോടുകൂടി വലിയൊരു ചേഞ്ചാണ് വരുന്നത്. നേരത്തെ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിമാരെ പ്രൊമോഷനായിട്ട് വരുന്നത് ഇപ്പോൾ ഡയറക്റ്റ് തന്നെ വരുന്നു. അപ്പോൾ ഏറ്റവും ചെറുപ്പം ഇപ്പോൾ 2002 ജനിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒരു ജനറേഷൻ വരുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്? നമുക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഗവേണൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് K-സ്മാർട്ട് വന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി സർഗാത്മകമായ കാര്യങ്ങളും കൂടിയും ഉൾക്കൊണ്ട് ഒരു പുതിയ തലമുറയുടെ ആശയങ്ങളും അതുപോലെ തന്നെ പഴയ തലമുറയുടെ ആശയങ്ങളെ കൈവിടാതെ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ പുതിയൊരു ബാച്ചിൻ്റെതായ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ K-സ്മാർട്ട് പോലെ തന്നെ എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംവിധാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പഴയ കാര്യങ്ങൾ മാറ്റണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ചെറിയ കാലയളവായതുകൊണ്ട് തന്നെ മാറ്റേണ്ടത് എന്താണെന്നൊരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പുതിയ മാറ്റങ്ങൾ എന്തായാലും നല്ലത് തന്നെയാണെന്നാണ് അഭിപ്രായം. K-സ്മാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ നല്ലൊരു ഹെൽപ്പാണ് നമുക്ക്. അത് ജനങ്ങൾക്കാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും രാഷ്ട്രീയക്കാർക്കിടയിലാണെങ്കിലും ഒരു നല്ല ഹെൽപ്പാണ് ഈ ഒരു ആപ്പ് വന്നതിന് ശേഷം പഞ്ചായത്തിലെ കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഉള്ളത്. അതിൽ ഈ വോട്ടർ പട്ടികയുടെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ തിരുവേഗപ്പുറ എന്തായി ഇനി അതിൻ്റെ ഒരു എക്സിക്യൂഷനിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ്? ഒരു സെക്രട്ടറിയാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായിട്ട് ഒരു പഞ്ചായത്തിലിരിക്കുന്നത്. അപ്പോൾ 24-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, അല്ലെങ്കിൽ പേര് കളയേണ്ടവരുടെ പേര് കളയൽ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു തിരക്കിലാണ് ഇപ്പോൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം.
ഈ പല സ്ഥലത്തും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടേണ്ട ആളുകൾ പുറത്തു പോവുക, അതോടൊപ്പം തന്നെ ഈ വാർഡ് മാറി വരിക, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് വെട്ടിക്കള, ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും പ്രതിസന്ധി വരികയും അങ്ങനെ പ്രശ്നമൊക്കെ ചെയ്തിട്ടുണ്ടോ? കറൻ്റ്ലി ഇപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു യോഗ്യരായ ഒരു വോട്ടർ പോലും പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു അവസ്ഥ വരാതിരിക്കണം. അതാണ് നമ്മൾ മാക്സിമം ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ. എന്തായാലും ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റാണ് ഈ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ തലപ്പത്തേക്ക് പുതുതലമുറ വരുന്നു എന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളിലും തന്നെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.